അപ്പൊ മുടി വെട്ടുമ്പോഴേ ഈ സൈഡ് ഇങ്ങനെ ചുരണ്ടിയിട്ടുണ്ട്, മേലെ മാത്രം ഒരു കൂനയാക്കി വെക്കുക. ഇവിടൊക്കെ ഷേവ് ചെയ്യുക. അത് നിബിതങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞ ഷേവിംഗ് ആണ്. ബാർബർമാരെ ദയവ് ചെയ്ത് അള്ളാനെ വിചാരിച്ച് കേട്ടോളൂ, എടുക്കണ പണി കൊണ്ട് ഹറാമായി പോണ്ട. കസ്റ്റമർ ഇപ്പൊ അങ്ങനെ ആണെന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്യാൻ, നിങ്ങൾ തീരുമാനിച്ചോളി. ഞാൻ പറഞ്ഞുതരാം. ഒരേപോലെ എല്ലായിടത്തും ഒരേപോലെ വെട്ടണമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഇടയ്ക്ക് കുറച്ച് ചിത്രം വരക്കലും കുറച്ച് ഷേവ് ചെയ്യലും കുറച്ച് നിർത്തലും അത് ഹറാമായ മുടി വെട്ടുന്ന രീതികളിൽ പുണ്യ നബി തങ്ങൾ പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കുട്ടികളെങ്കിലും നോക്കുക, നമ്മളെ മക്കളൊക്കെ മുടി വെട്ടുമ്പോൾ ഒരേപോലെ വെട്ടിക്കോട്ടെ, ഇല്ലെങ്കിൽ അങ്ങ് ഷേവ് ചെയ്തോട്ടെ, അല്ല മുണ്ഡനം ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഒരേപോലെ നല്ല ഡീസന്റ് ആയിട്ട് മുടി വെക്കുക. പിന്നെ താടി വെക്കുന്നത് വളരെ സുന്നത്താണ്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്ന, ഉറങ്ങിയാൽ പോലും സുന്നത്ത് കൂലി കിട്ടുന്ന സംഗതിയാണ്. പക്ഷെ വല്ല സിനിമയിലോ വല്ല സ്റ്റാറുകളോ ചെയ്ത് ആ താടി പിടിച്ച് ചെയ്യണ്ട, അതിന് കൂലി കിട്ടൂല, അതിന് അടിയ കിട്ടുക. കാരണം നിങ്ങൾ എത്തിപ്പാഴ് ചെയ്യുന്നത് നബിയല്ല, ആ സിനിമയിൽ കണ്ട ക്യാരക്ടറാണ് അല്ലേ. വലിയ താടിയൊക്കെയല്ല നമ്മൾ വെച്ചു അല്ലാ തലികെട്ട് കെട്ടി കൊടുത്താൽ ഖത്തീബ് ഇമാമു കാളിയാക്കാൻ പറ്റും. അമ്മാതിരി താടിയൊക്കെയുള്ള കുട്ടികളുണ്ട്. എന്തേ? അത് അവർ സുന്നത്തിന്റെ താടിയായിട്ട് എനിക്ക് തോന്നാറില്ല. ഇനിയിപ്പോ എനിക്ക് വെച്ചതാണെന്ന് എനിക്കറിയില്ലേ. അങ്ങനെ അല്ലെങ്കിൽ സുന്നത്തായ ഹബീബ് തങ്ങൾ ഇഷ്ടപ്പെട്ടതല്ലേ, അത് നീട്ടി വളർത്തുന്നത് നബിക്ക് ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ മാഷാ അല്ലാഹ് നിഅമ വദാക്. അതല്ല നിങ്ങൾ അത് കൊണ്ടിടക്കണ്ട ദയവ് ചെയ്തിട്ട്. മുടി പെണ്ണുങ്ങളെ പോലെ മുടി വെക്കരുത്. റിബണും ഇവിടെ എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു ക്ലിപ്പൊക്കെ വെച്ചിട്ട് അപ്പൊ പോയി കുറച്ച് മോഡൽ പോയി തോന്നല്ലേ, പേനൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും, അവിടെ നിർത്തിയതായിരിക്കും. ഇടക്ക് വല്ലാണ്ടങ്ങ് വന്നിരുന്നു, ക്ലിപ്പിട്ടിട്ട് നടക്കുക പെണ്ണുങ്ങളെ പോലെ. ചിലർ മൊടയാനും തുടങ്ങി. പെണ്ണും പെണ്ണ് ആണുമായിട്ട് വേഷം കെട്ടുന്നത് ഹറാമാണെന്ന് മാത്രല്ല അള്ളാഹ് ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും നമുക്ക് വേണ്ട. എന്റെ മെഹബൂബിനത് ഇഷ്ടല്ല, എന്നാ പിന്നെ എനിക്ക് വേണ്ട. വിഷയം തീർന്നു. എന്റെ മെഹബൂബിന് ഇഷ്ടല്ലേ, എനിക്ക് വേണ്ട. ഈ പോളിസിയിലേക്ക് നമുക്ക് വരാൻ കഴിയണം.